മക്കളെ, നമ്മൾ ഒന്ന് രണ്ട് ബേസിക് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാവുന്ന സാർ ഏറ്റവും ഷോർട്ടസ്റ്റ് വേയിൽ പറഞ്ഞു തരാമെന്ന് സാർ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചേ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു പിക്ചറും അവർ തന്നിട്ടുണ്ട്. ഇൻ ഫിഗർ ഇഫ് ടി പി ആൻഡ് ടി ക്യൂ, ടി പിയും ടി ക്യൂവും ടു ടാൻജൻസ് ടു എ സർക്കിൾ വിത്ത് സെൻറ്റർ O. അപ്പം ടി പിയും ടി ക്യൂവും ടാൻജൻസ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. രണ്ട് ടാൻജൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി പി ഒ ക്യൂ 110 ആണ്. ഈ ആംഗിൾ 110 ആണ്. പി ടി ഒ പി ടി ക്യൂ നമ്മൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് പി ടി ക്യൂ ആണ്. പി ടി ക്യൂ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഒരുപാട് സ്റ്റെപ്പുകളിലേക്കൊന്നും പോകാതെ അതിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് സാറ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇവിടെ നമുക്കൊരു പിക്ചർ തന്നു. അവർ പറഞ്ഞു പി ടിയും പി ടി ക്യൂവും ടാൻജൻസ് ആണെന്ന് പറഞ്ഞു. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ടാൻജൻസ് മേക്ക് 90 ഡിഗ്രി വിത്ത് റേഡിയസ്. അതായത് ഈ ടാൻജൻറ്റും റേഡിയസും ഇത് 90 ഡിഗ്രി ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പം ഇതും റേഡിയസും ടാൻജൻറ്റുമാണ്. ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി ആംഗിൾ ഫോം ചെയ്യും. പിന്നെ നമുക്കൊന്നും ആലോചിക്കാനില്ല. ആംഗിൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് പി ടി ക്യൂ ആണ്. ഇതാ നോക്കി, പി ടി ക്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണത്. നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററൽ ആംഗിൾ പി പ്ലസ് ആംഗിൾ ഒ പ്ലസ് ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ ടി ഇതെല്ലാം കൂടി ചേരുമ്പം 360 ആണെന്ന് നമുക്കറിയാം. ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ 4 ആംഗിൾസും കൂടി ചേരുമ്പോൾ 360 ആണ് വരുന്നത്. ഇത് 90 പ്ലസ് 90 180 മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്രയുണ്ട്? 180 ഉള്ളൂ. ഇത് 110 ആണ്. അപ്പം ഇത് രണ്ടും കൂടി ചേർന്ന് ഇത് രണ്ടും കൂടി 180 വന്നാൽ പിന്നെ ഇത് രണ്ടും കൂടി ടോട്ടൽ 180 വരണം. കാരണം ടോട്ടൽ 360 വരണം. അപ്പം ഇതിനകത്ത് 110 കൂടി അങ്ങ് മാറിയാൽ 110 കൂടി മാറിക്കഴിഞ്ഞാൽ 70 ഉള്ളൂ. ഈ ആംഗിളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. പി ടി ക്യൂ എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് 70 എന്ന് ഈസി ആയിട്ട് കിട്ടി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വേറെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്റ്റെപ്പുകളുണ്ട്. ഏറ്റവും ഷോർട്ടസ്റ്റ് വേയിലാണ് സാർ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. 4 ചോയ്സ് അവർ തന്നിട്ടുണ്ട്. ദ ടാൻജൻറ്റ് പി എ പി ബി, 2 ടാൻജൻറ്റ് തന്നിട്ടുണ്ട്. പി എ ആൻഡ് പി ബി ഫ്രം എ പോയിന്റ് പി ടു എ സർക്കിൾ വിത്ത് സെൻറ്റർ ഒ ആർ ഇൻക്ലൈൻഡ് ടു ഈച്ച് അതർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 80. ഈ ആംഗിൾ 80 ആണ്. എന്നിട്ട് അവർ ചോദിച്ചത് ആംഗിൾ പി ഒ എ ആണ് ചോദിച്ചത്. ഈ പി ഒ എ എന്ന് പറയുന്ന ആംഗിളാണ് ചോദിച്ചത്. അപ്പം ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇത് 80 ആണെന്ന് നമുക്കറിയാം. ഈ ആംഗിള് നമുക്ക് 90 ആണെന്നറിയാം. കാരണം എന്തുകൊണ്ടാണ്? ഇത് റേഡിയസും ടാൻജൻറ്റും ചേരുന്ന ആംഗിൾ 90 ആണ്. ഇതും റേഡിയസും ടാൻജൻറ്റുമാണ്. ഇതും 90 ആണ്. നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാം. ഈ ടോട്ടൽ 360, കാരണം 1 + 2 + 3 + 4 ഇതെല്ലാം കൂടി ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ ടോട്ടലാണ്. അത് 360 ആണ് നമുക്കറിയാം. അതിൽ നിന്ന് 90 + 90 180 അങ്ങ് മാറി കിട്ടിക്കഴിഞ്ഞാൽ ഇനി ടോട്ടൽ 180 ഉള്ളൂ. അതായത് ഇതും കൂടി ടോട്ടൽ 180 വരാവുള്ളൂ. ഈ ആംഗിൾ ഇത്രയും പോർഷൻ 80 വന്നു. അതുകൊണ്ട് നമുക്ക് ഇനി 100 വരാവുള്ളൂ. അതായത് ഈ ആംഗിൾ 100 ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എ ഒ ബി 100 ആണ്. പക്ഷേ നമ്മളോട് എ ഒ ബി അല്ല ചോദിച്ചത്. നമ്മളോട് ചോദിച്ചത് ആംഗിൾ പി ഒ എ ഇതാണ് ചോദിച്ചത്. അപ്പം എ ഒ ബി 100 ആണ് നമുക്ക് കിട്ടി. എ ഒ ബി ഫുള്ളായിട്ട് 100 ആണ് കിട്ടിയത്. നമ്മോട് ഇത്രേ ചോദിച്ചുള്ളൂ. ഈ പി ഒ എ മാത്രമേ ചോദിച്ചുള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് പറയാം, കൺസിഡർ ട്രയാങ്കിൾസ് പി ഒ എ ആൻഡ് പി ബി ഒ. ഈ 2 ട്രയാങ്കിളും കൺസിഡർ ചെയ്യുക. ഇത് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. നമുക്ക് പ്രൂവ് ചെയ്യാം OA = OB. ഇത് രണ്ടും റേഡിയസ് ആണ്. ഇനി
പി എ ഈസ് ഈക്വൽ ടു പി ബി ബോത്ത് ആർ ടാൻജൻസ്. നമ്മുടെ തിയറത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടാൻജൻസ് ടു എ സർക്കിൾ ആർ ഈക്വൽ ഇൻ ലെന്ത് ഫ്രം വൺ പോയിന്റ്. ടാൻജൻറ്റ് ഫ്രം വൺ പോയിന്റ് ടു എ സർക്കിൾ ആർ ഈക്വൽ ഇൻ ലെന്ത്. അപ്പോൾ പി എയും പി ബിയും ഈക്വൽ ആണ്. ഇനി പി ഒ ഈസ് ഈക്വൽ ടു പി ഒ ബ്രാക്കറ്റിൽ നമ്മൾ കോമൺ, ഇത് കോമൺ ആണ്. Therefore ട്രയാങ്കിൾ പി ഒ എ സിമിലർ ടു ട്രയാങ്കിൾ പി ബി ഒ എന്ന് പറയണം. Therefore ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2. അതിൻ്റെ റീസൺ എന്താ? ബ്രാക്കറ്റ് സി പി സി ടി, ഇതൊക്കെ ട്രയാങ്കിൾ നമ്മൾ പഠിച്ചതാണ്. അപ്പം ഈ ടോട്ടൽ ആംഗിൾ 100 ആണ്. ഈ രണ്ട് ആംഗിളും തുല്യമായതുകൊണ്ട് ഈ രണ്ട് ആംഗിളും 50-50 എന്ന് വരും അല്ലേ? ഇതിൻ്റെ പകുതിയായിട്ട് വരും. Therefore ആംഗിൾ ഈസ് 50, അല്ലെങ്കിൽ പി ഒ എ എന്ന ആംഗിൾ 50 ആണ്. നമ്മളതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ അടുത്ത പ്രോബ്ലം ഒരു സിമ്പിൾ പ്രൂഫാണ്. സാർ ഏറ്റവും സിമ്പിളായിട്ട് ഷോർട്ടസ്റ്റ് വേയിൽ ആ പ്രൂഫ് കാണിച്ചു തരാൻ പോവാണ്. മക്കളെല്ലാവരും ശ്രദ്ധിക്കുക. പ്രൂഫ് ഇതാണ്. പ്രൂവ് ദാറ്റ് ടാൻജൻസ് ഡ്രോൺ അറ്റ് ദി എൻഡ് ഓഫ് ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ആർ പാരലൽ. അതായത് ഇത് സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ്. ഡയമീറ്ററിൻ്റെ എൻഡിൽ നിന്നും രണ്ട് ടാൻജൻറ്റുകൾ വരച്ചു. ഈ രണ്ട് ടാൻജൻറ്റുകളും പാരലലാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. വളരെ സിമ്പിളായിട്ട് സാർ ഒരു ബേസിക് ഫണ്ടമെൻ്റൽ പറഞ്ഞു തരാം. നമുക്ക് രണ്ട് ലൈനുകൾ പാരലലാണെന്ന് കരുതുക. നമുക്കറിയാം ഒരു ട്രാൻസ്വേഴ്സിൽ വരച്ചാൽ ഈ കാണുന്ന 1ഉം 2ഉം ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് പറയാം ഈ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് രണ്ടുപേരും ഈക്വൽ ആണ്. അപ്പം ഇവിടെ നമുക്കറിയാം ഈ രണ്ട് ആംഗിളും, ഇത് രണ്ടും ടാൻജൻറ്റുകളാണ്. എല്ലാം പി ക്യു, ഈ രണ്ട് പേരും ടാൻജൻറ്റുകളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ടാൻജൻറ്റുകളും റേഡിയസുമായിട്ട് 90 ഡിഗ്രി ആംഗിൾ ഫോം ചെയ്യുന്നു. അത് നമുക്കറിയാം. ടാൻജൻറ്റും റേഡിയസുമായിട്ട് 90 ഡിഗ്രി ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം ആംഗിൾ പി എ ക്യൂ പി എ ബി 90 വന്നു, ആംഗിൾ എ ബി എം 90 വന്നു. Therefore ആംഗിൾ പി എ ബി ഈസ് ഈക്വൽ ടു 90 ആൻഡ് എ ബി എം ഈസ് ഈക്വൽ ടു 90. അപ്പം നമുക്ക് പറയാം ആംഗിൾ പി എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ബി എം. Therefore these alternate interior angles are equal and therefore LM parallel to PQ. അപ്പോൾ നമുക്ക് സ്റ്റെപ്സ് എന്തൊക്കെയാണ് പറയണ്ടേ? പി ക്യു ആൻഡ് LM ആർ ടു ടാൻജൻസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ, അറ്റ് ദി എൻഡ് പോയിന്റ്സ് ഓഫ് ദി ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. നമ്മൾ ആദ്യം അത് പറയണം. അതിനുശേഷം പറയണം പി എ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ബ്രാക്കറ്റിൽ എന്ത് പറയണം? ടാൻജൻസ് ടു എ സർക്കിൾ മേക്ക് 90 ഡിഗ്രി ആംഗിൾ വിത്ത് റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇനി പറയേണ്ടത് എ ബി എം ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അവിടെയും സെയിം റീസൺ തന്നെ പറയുക. Therefore പി എ ബി ഈസ് ഈക്വൽ ടു എ ബി എം ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ഇവർ രണ്ടുപേരും, ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. Therefore LM പാരലൽ ടു പി ക്യു. ഇത് നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ചാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പുകൾ എഴുതി കാണാതെ പഠിച്ച് അങ്ങനല്ല. നമ്മൾ ആ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്യുമ്പം നമുക്കിത് മനസ്സിലാവും. ഇപ്പം ഇതുപോലെയുള്ള കൂടുതൽ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് സാറിൻ്റെ വാട്സപ്പിൽ വിളിച്ചാൽ സാറിൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സും ഒക്കെ ഓൺലൈനായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. PDF ക്വസ്റ്റ്യൻസ് അയച്ചു തന്ന് മോക്ക് ടെസ്റ്റുകളിലൂടെ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാറിനെ വാട്സപ്പിൽ വിളിച്ചിട്ട് സാറിൻ്റെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യണം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ. ഇവിടെ
ഒരു ക്വാഡ്രിലാറ്ററലാണ് തന്നിരിക്കുന്നത്. ABCD ഒരു ക്വാഡ്രിലാറ്ററലാണ്. ഈ കാണുന്ന ഒരു സർക്കിളുമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കുന്ന ടാൻജൻറ്റുകൾ ഈക്വലാണ്. അത് ഏത് തിയറമാണ്? ടാൻജൻസ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ആർ ഈക്വൽ. അങ്ങനെ ഒരു തിയറം നമുക്കുണ്ട്. അതായത് എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും ഒരു സർക്കിളിലേക്ക് വരയ്ക്കുന്ന ടാൻജൻസ് തുല്യമായിരിക്കും, ടാൻജൻസിൻ്റെ നീളം തുല്യമായിരിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. എ ക്വാഡ്രിലാറ്ററൽ ABCD ഈസ് ഡ്രോൺ ടു സർക്കംസ്ക്രൈബ് എ സർക്കിൾ. പ്രൂവ് ദാറ്റ് AB + CD AD + BC. അപ്പം നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇതിലേക്ക് നോക്കിയിട്ട് AB + CD എന്ന് പറയുന്നത് AD + BC ആണെന്ന് കാണിക്കണം. ഇവിടെ നമുക്ക് നമ്മുടെ തിയറം മാത്രം ഉപയോഗിച്ചാൽ മതി. ടാൻജൻസ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ആർ ഈക്വൽ. അപ്പം നമുക്ക് പറയത്തില്ലേ, എ എന്ന പോയിന്റിൽ നിന്നുള്ള ടാൻജൻ്റ് ആണ് AP-യും AS-ഉം. therefore AP = AS എന്ന് പറയാം. അതുപോലെ തന്നെ BP = QB, BP = BQ എന്ന് പറയാം. ഇനി നമുക്ക് ഇവിടെയും നമുക്ക് പറയാം CR = CQ. അപ്പം CR = CQ എന്ന് എഴുതി. ഇതുപോലെ DR = DS, DR = DS എന്ന് എഴുതി. ഇനി നമ്മൾ ഈ സൈഡുകൾ തമ്മിൽ അങ്ങ് ആഡ് ചെയ്യുക, അപ്പുറത്തെ സൈഡുകളും തമ്മിൽ ആഡ് ചെയ്യുക. നമ്മൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പം AP + BP, AP + BP + CR + DR, CR + DR ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലും അതുപോലെ BQ + CQ, BQ + CQ + AS + DS, DS + AS. അപ്പം ഇവിടെ നമ്മൾ നോക്കിയേ, AP + BP എന്ന് പറയുന്നത് AB ആയിട്ട് മാറി. therefore നമുക്ക് ഇതിന് പകരമായിട്ട് AB കൊടുക്കാം. അതുപോലെ CR + DR, CR + DR CD ആയിട്ട് മാറി. അപ്പം നമുക്ക് ഇതിന് പകരമായിട്ട് CD കൊടുക്കാം. BQ + CQ അതെന്താണ്? അത് BC ആയിട്ട് മാറി. therefore ഇതിന് പകരം BC കൊടുക്കാം. ഇനി ലാസ്റ്റ് ഏതാ വന്നത്? DS + AS. DS + AS അത് AD ആണ്. അപ്പം അതിന് പകരം AD കൊടുക്കാം.